എന്താ ഇത്ര ആലോചിക്കണ ക്ലീറ്റ? കഴിഞ്ഞ ആലോചന ഞാൻ ആലോചിക്കുന്നേ ഈ കള്ളന്മാരെ ഫോണും എടുത്തോണ്ട് പോയി എന്നുള്ളതാണ്. ആശുപത്രി കൊണ്ടുപോകണതിനിടയ്ക്ക് അതുപോലും. ക്ലീറ്റോ ക്ലീറ്റോ എന്തിനാ ക്ലീറ്റോ എല്ലാവരും ഇങ്ങനെ ഉപദ്രവിക്കണം? ക്ലീറ്റോ എനിക്കോ ഉപദ്രവമാണ്. അത് പോട്ടെ, ഇപ്പൊ നാട്ടിലും ഇറങ്ങി തുടങ്ങി. അയാളുടെ ഇന്ന് ഇത്രയും പൈസ നിങ്ങൾ എന്ത് കാര്യത്തിന് മേടിച്ചതാ? അത് അവന്റെ ട്രാൻസ്ഫറിന്റെ സംഭവം ഏതാണ്ടെല്ലാം ഓക്കെ ഇരിപ്പുണ്ട്. ഏതാണ്ടെല്ലാം ഓക്കെ. നിങ്ങൾ വിചാരിച്ച നടക്കോ ക്ലീറ്റോ? ഞാൻ ഇന്നലെയും കൂടി പ്രസിഡന്റുമായിട്ട് സംസാരിച്ചത്. ഇന്നലെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചോ നിങ്ങള്? ഇന്നലെ നിങ്ങൾ കൊച്ചിനെ രക്ഷിക്കാൻ പോയതല്ലേ? പ്രസിഡന്റുമായിട്ട് സംസാരിക്കണമെന്നും പറഞ്ഞ് ആണല്ലോ എറണാകുളത്ത് പോയപ്പോ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവൻ ഇവിടെ വരുമെന്ന് ഉരുളാൻ. ഈ കുടുംബത്ത് വന്ന് ഈ കടക്കാർ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നാണാവൂല്ലേ ക്ലീറ്റോ? അന്ന് അത് പറഞ്ഞിട്ട് എന്നോടൊന്ന് പറഞ്ഞിട്ട് വേടി ഇന്ന് പൈസ കൊടുക്കാൻ ആള് വരും, ഞാൻ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഞാൻ രാവിലെ ഇവിടുന്ന് പോയാ വെപ്രാളം അറിയാലോ, ഞാൻ അത് വിട്ടുപോയതാ ഈ കാര്യം. നിങ്ങൾക്ക് എന്ത് കാര്യം ഓർമ്മയുണ്ട്? വിട്ടുപോയതാ. തുള്ളാൻ പോവാൻ നല്ല ഇഷ്ടമാണല്ലോ. കുടുംബത്തെ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യരുത്. ഞാൻ ഇങ്ങനെയൊന്നും പറയാനല്ല ഞാൻ വിചാരിച്ചത്. പിന്നെ നല്ല കാര്യം ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയണില്ല. ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഒരു സൈഡിൽ ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ വേറെ സൈഡിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അയാളുടെ ഭാര്യ എന്ത് ചെയ്യണം? അതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അല്ലാതെ ചുമ്മാ എപ്പോഴും കുറ്റപ്പെടുത്തി അളിയവാ വാടാ. അല്ലേ ഞാൻ ഇന്നലെ ആ പൈസ ഒക്കെ വന്നില്ലേ, അയാളുടെ കാര്യം പറയായിരുന്നു. അതൊക്കെ എങ്ങനെ സംഭവിക്കും? അതൊക്കെ ഇപ്പം ആണുങ്ങളാകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ പൈസ ഇടപാടുകളിലൊക്കെ നമ്മൾ ഇടപെട്ടുന്നിരിക്കും. ചായ എടുക്കളയിൽ ചായ ഇടാൻ എനിക്ക് പറ്റില്ല. ചായ തോന്നുന്നു. ചായ പിടിച്ചോ? എന്താ പിന്നെ മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കണേ? എന്താടാ എന്ത് പറ്റിയ? ആര് രക്ഷിക്കാൻ പോയതെന്ന് പറഞ്ഞു? രക്ഷിക്കാനോ? അല്ല, ആരോ രക്ഷിക്കാൻ പോയെന്ന് പറഞ്ഞു. അത് ഞാൻ രക്ഷിക്കാൻ പോയതല്ല, പോയ വഴിയിൽ ഒരു അപകടം കണ്ടപ്പോ രക്ഷിച്ചു, അത്രേ. അല്ല, കഥ ഒന്ന് പറ. ഞാൻ പറയാം. വേണ്ട, അവൻ പറയട്ടെ. എനിക്ക് അവന്റെ വായിൽ നിന്ന് അത് കേൾക്കണം. പറഞ്ഞേ. ഞാൻ പറയാം. അത് ഒന്നും ഇല്ലടിയാ, അവള് പറയും. ഞാൻ പറയട്ടെ. ഇവിടുന്ന് ക്ലീറ്റോ രാവിലെ ഇറങ്ങിയല്ലോ. അപ്പോ 9:50 ട്രെയിൻ. ഇവിടുന്ന് റോട്ടിലോട്ട് കയറി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോയി. നല്ല തിരക്കുണ്ട് ആ സമയം, അറിയാലോ. സ്കൂൾ പിള്ളേരുടെയും ജോലിക്കാരുടെയും ഒക്കെ തിരക്കിന്റെ സമയമാണല്ലോ. ക്ലീറ്റോ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി 9:50 ട്രെയിൻ. ക്ലീറ്റോ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമയം റോഡിലോട്ട് നോക്കിയപ്പോ ഒരു പെൺകൊച്ച് ചെറുത് റോഡ് ക്രോസ് ചെയ്യണു. മോളെ ചെയ്യല്ലേ എന്ന് പറയാൻ തുടങ്ങലും ഓടിയ കൊച്ച് പുറകെ ഒരു കാറ് വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് പോയി. ക്ലീറ്റോ സ്തംഭിച്ചു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എല്ലാവരും എടുക്കണോ വേണ്ടയോ ഓർത്ത് ഇങ്ങനെ നിൽക്കാണ്. നമുക്ക് നോക്കിക്കാൻ പറ്റില്ലല്ലോ, നമ്മളൊരു പ്രവർത്തകനല്ലേ. ക്ലീറ്റോ ഒന്നും പറയട്ടെ, ക്ലീറ്റോ ഒന്നും നോക്കിയില്ല. ഓടി അങ്ങ് ചെന്നി കൊച്ചിനെ അങ്ങോട്ട് വാരി അങ്ങ് എടുത്തിട്ടോ ഒരു ചോദ്യ. ആരുമില്ലേടാ ഇതിനൊന്ന് രക്ഷിക്കാൻ, എടുക്കടാ വണ്ടി. ക്ലീറ്റോന്റെ ആക്രോശത്തില് ചുറ്റും നിന്നവര് പിടിച്ചുപോയി. ഏതോ ഒരുത്തനെ എവിടുന്ന് ഒരു ഓട്ടോ കൊണ്ടുവന്ന് ക്ലീറ്റ് അതിന് വാരി അങ്ങ് തരും. ഈ വാരി എടുക്കുന്ന സമയമുണ്ടല്ലോ, കുഞ്ഞിപ്പോ ഫോണും കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, പാർട്ടിയുടെ രേഖകളൊക്കെ ഉള്ള ഒരു ബാഗ്. ആൾക്കാരാണ് നോക്കണേ. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇത് അടിച്ചോണ്ട് ആളുണ്ടെന്നുള്ളതാണേ. എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊച്ചിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസയൊക്കെ ചെലവാക്കി. അതിന്റെ രക്ഷകർത്താക്കള് 2 ഉദ്യോഗസ്ഥരാ, അവര് വരാൻ വൈകി ചോര കൊടുത്തില്ല ക്ലീറ്റോ. അങ്ങനെ പാവം ക്ഷീണിച്ചാ അങ്ങനെ എത്തിയത്. ഒരു പൊതുപ്രവർത്തനാകുമ്പോ ഇതൊക്കെ ചെയ്തേ പറ്റുമോളെ. അല്ല, ഇന്നലെ നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ പെട്ടെന്ന് നിന്റെ കഥയൊന്നും കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റിയില്ല. ഇന്നലെ കിടക്കാൻ തുടങ്ങിയപ്പോഴാ പബ്ലിസിറ്റി കൊടുക്കുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ലേ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല. സത്യം പറഞ്ഞ ഈ ക്ലീറ്റസിനെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നുണ്ട്. അല്ല, ഇങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യുന്ന ഒരു അളിയെന്ന് പറയുമ്പോഴേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം. ദൈവം ഇങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്, ക്ലീറ്റോ നീ ഇത് ചെയ്യണം, അപ്പൊ അതങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. അതൊക്കെ ഒരു എല്ലാം ദൈവം കാണുന്നുണ്ട് അല്ലേ? പിന്നെ ഇരിക്കുന്നവനല്ലേ എല്ലാം. എടി, നീ ഇന്നലെ പറഞ്ഞ പോലെ ക്ലീറ്റസിന്റെ പടമൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഏതാ നോക്കിയ കണ്ടോ? പടം മാത്രല്ല, ന്യൂസ് ഉണ്ട്. അല്ല, അതൊന്നും ഇല്ലടിയാ, ഫോട്ടോയൊക്കെ വരെ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ച് വരും വാർത്തകൾ. ഒരു കാര്യം ചെയ്യും, അത് വാർത്ത നീ വായിക്കണ്ട, വാർത്ത വായിച്ചാണ്.
ഐ വായിക്ക് ക്ലീറ്റോ, കേക്കട്ടെ. ഒന്നുമില്ല തങ്ക, അത് ഞാൻ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ കഥ. അല്ലാതെ നീ ആ വാർത്ത വായിക്ക് ക്ലീറ്റസേ. ഏയ് വായിക്ക്. എന്തിനാണ് ഇതൊക്കെ? ഇതൊക്കെ പത്രക്കാരെ ഓരോരോ. അത് സാരമില്ല, ക്ലീറ്റോനെ കുറിച്ച് നല്ല വാക്ക് കേൾക്കണം, ഞങ്ങൾക്കൊക്കെ സന്തോഷമല്ലേ. വായിക്ക് ക്ലീറ്റോ. എന്നാ കൊണ്ട് ഞാൻ വായിക്കാന്ന്. ഒന്നുമില്ല തങ്ക, ഇതൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതല്ലേ. വായിക്കടാ പത്രം, ഇത് വായിക്ക്, ആ ന്യൂസ് വായിക്ക്. നീ ആ ന്യൂസ് വായിച്ചിട്ട് ഇവിടുന്ന് എണീറ്റാ മതി. അല്ല, അളിയും വായിച്ചല്ലോ, അത് മതി. ഞാനും വായിച്ചു, നാട്ടുകാർ മൊത്തം വായിച്ചു കാണും. നീ വായിച്ചില്ലല്ലോ, നീ വായിക്കും. ഇപ്പം അതിന്റെ ആവശ്യമില്ലല്ലോ അളി. അതിന്റെ ആവശ്യം ഉണ്ടല്ലോ. എന്താ നിനക്ക് മലയാളം അറിഞ്ഞൂടെ? അറിയാം. ആ എന്നാ പിന്നെ ഇത് വായിക്ക്. വായിക്ക് ക്ലീറ്റോ. ഒന്നുമില്ല തങ്ക. വായിക്കണത് ആ വായിക്ക്. ആ വാർത്ത നീ മുഴുവൻ വായിച്ചില്ലെങ്കിൽ നിന്നെ മോന്ത ഞാൻ കുത്തിയാണ് പരത്തും. വായിക്ക്. ട്രെയിൻ യാത്രക്കിടെ യുവ നേതാവ് കുഴഞ്ഞു വീണു. ഉറക്ക വായിക്കും, ഒന്നുകൂടെ വായിക്കും. ഉറക്ക അതല്ല, മറ്റത് വായിക്ക്. വായിക്ക്. തീവണ്ടി യാത്രക്കിടയിൽ യുവ നേതാവ് കുഴഞ്ഞു വീണു. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പാർട്ടി മീറ്റിങ്ങിന് പോവുകയായിരുന്ന യുവ നേതാവ് സഹയാത്രികൻ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ച് കുഴഞ്ഞു വീണു. ആ പൊതുപ്രവർത്തകന് പേരുണ്ടല്ലോ. ക്ലീറ്റസ് മത്തായി, 42 വയസ്സ്. ബാക്കി വായിക്കും. സഹയാത്രികരും റെയിൽവേ പോലീസും ചേർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും രേഖകളടങ്ങിയ ബാഗും നഷ്ടമായി. എങ്ങനെയുണ്ട്? ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ എന്താ വേണ്ടത്? ഞാൻ എന്താ വേണ്ടതെന്ന്? എടാ, നീ ഒരാളെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ 100 ആൾ നിന്നെ പറ്റിക്കാൻ വേണ്ടി കാത്ത് ഇങ്ങനെ ഉണ്ടാവും. അത് മനസ്സിലാക്കുക ആദ്യം. ട്രെയിനിൽ വെച്ചിട്ട് പരിചയമില്ലാത്ത ആളുകൾ വല്ലതും തരുമ്പോൾ അത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് കുട്ടികൾക്കടക്കം അറിയാലോ. അതുപോലെ അറിയില്ല ഈ മാങ്ങാത്തുലിന്. ഇതും അറിയാത്ത നീയാനടാ ഈ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി നടക്കുന്നത്. ഭർത്താവിനെ പറ്റി നല്ല മതിപ്പാണല്ലോ. വെട്ടിയെടുത്ത് ഒട്ടിക്കടിയോടെ ഫ്രെയിം ചെയ്ത് വെക്കി, നന്നായിരിക്കും. പോയി നോക്ക്. വേറെന്താ പണി?